ഉണ്ണി, നീ എപ്പോഴാ എത്തിയത്? പെയിന്റിംഗ് സാർ എപ്പോഴാ ചേച്ചി വന്നത്? ഇപ്പൊ വന്നതേ ഉള്ളൂ ഉണ്ണി. ഞാൻ സാറ് വരുന്നത് കണ്ടതേ ഇല്ലല്ലോ. സോറി, ക്ലാസ്സിലേക്ക് ലേറ്റ് ആയിട്ട് വന്നതിന്. സാറേ, എനിക്കും കൂടി പെയിന്റിംഗ് പഠിപ്പിച്ചേരണേ. ഓക്കെ ഉണ്ണി, ഇന്നലെ വരച്ചില്ലേ, അത് തന്നെ ഒന്നുകൂടെ വരച്ചോ. ഡെയിലി ഓരോ പെയിന്റിംഗ് ആണോ? വേറെ എന്തെങ്കിലും പെയിന്റിംഗ് പഠിപ്പിച്ചു തരുമോ സാർ? ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ പഠിപ്പിച്ചുതരാം. എന്താ സാർ എപ്പോഴും ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഫോണിൽ നോക്കിയാലല്ലടാ എനിക്ക് നിന്നെ പെയിന്റിംഗ് പഠിപ്പിക്കാൻ പറ്റൂ. അത് സാറ് ഓൺലൈൻ ക്ലാസ്സസ് കൂടി പഠിപ്പിക്കുന്നുണ്ടുണ്ണി. ഓൺലൈനിൽ സ്റ്റുഡൻസിന്റെ പെയിന്റിംഗ്സ് എല്ലാം നോക്കി കറക്ഷൻ ചെയ്ത് കൊടുക്കുക. അത് നന്നായി കേട്ടോ. താങ്ക് യു. ഓക്കെ ഉണ്ണി, എനിക്കിന്ന് അർജന്റായിട്ട് കുറച്ച് ജോലിയുണ്ട്. നിനക്ക് നാളെ പെയിന്റിംഗ് പറയുന്ന പോരെ? ഉണ്ണി, സാറിന് വേഗം വെള്ളം കൊണ്ടുവാ. ചെല്ലു ചെല്ലു. ഓക്കെ ചേച്ചി. രാഹുൽ, നീ കുറച്ചും കൂടെ കെയർഫുൾ ആവണം, ഇല്ലെങ്കിൽ നമ്മൾ ഇവന്റെ മുന്നിൽ പെട്ടുപോകും. തന്റെ വീട്ടിൽ എല്ലാരും സിഐഡികളാണോ? എല്ലാരും നമ്മളെയാണല്ലോ ശ്രദ്ധിക്കുന്നത്. അയ്യോ, എല്ലാരും ഒന്നുമല്ല. എന്റെ ചെറിയമ്മയും ഈ ഉണ്ണിയും ഇവര് മാത്രം ഇങ്ങനെ. മറ്റുള്ളവർക്കൊന്നും നമ്മളെ കുറിച്ച് യാതൊരു ഡൗട്ടും ഇല്ല. അതൊക്കെ ശരി തന്നെ. എനിക്കിപ്പോ പോക്കറ്റ് മണി ഇല്ലാതിരിക്കുക. കുറച്ച് കാശുണ്ടെങ്കിൽ തരുമോ? എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ രാഹുൽ. പ്ലീസ് കാവ്യ, താൻ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കടോ. ഞാൻ നെക്സ്റ്റ് മന്ത് തിരിച്ചു തന്നേക്കാം. ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് കാശ് തിരികെ ചോദിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണല്ലോ നിന്റെ അടുത്ത് തന്നെ ചോദിക്കുന്നേ. രാഹുൽ, എന്റെ കയ്യിൽ കാശൊന്നുമില്ല. നോക്കി, ഈ മാലയുണ്ട്. ഐ ലവ് യു ബേബി. അതിങ്ങ് തന്നേക്ക്. പക്ഷേ അമ്മ എന്നെ കാണുമ്പോ മാലയില്ലെങ്കിൽ അത് എവിടെയാണെന്ന് എന്നോട് ചോദിക്കില്ലേ? ഈ ആഴ്ച പണയം വെച്ചിട്ട് ഞാൻ അടുത്ത ആഴ്ച എടുത്ത് തന്നേക്കാന്നേ. അതുവരെ താൻ എന്തെങ്കിലും പറയുന്നത് മാനേജ് ചെയ്യേ. പ്ലീസ് പ്ലീസ് കാവ്യ, പ്ലീസ്. ലവ് യു ബേബി. ഓക്കെ രാഹുൽ, എന്നാ നെക്സ്റ്റ് വീക്ക് നീ ഈ മാല തിരികെ എടുത്ത് തന്നേ പറ്റൂ. ഈ സാരെന്തിനാ ചേച്ചിയുടെ മാല മേടിക്കുന്നത്? ചിലവിന് കാശില്ലാത്തത് കൊണ്ടാ ഞാനിത് വാങ്ങിയത്. തെറ്റിദ്ധരിക്കരുതേ. കാശ് വേണമെങ്കിൽ അച്ഛനോടോ വല്യച്ഛനോടോ അല്ലേ സാറ് ചോദിക്കേണ്ടത്? എന്തിനാ ചേച്ചിയുടെ മാല മേടിക്കുന്നത്? ഓക്കെ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. താഴെ വന്ന് എനിക്കൊരു സെൻഡ് ഓഫ് തരോ? ഓക്കെ സർ, നടക്ക്. അമ്മേ, വല്യമ്മേ, ഇങ്ങ് വന്നേ. അനു, കീർത്തി, നിങ്ങളിങ്ങ് വന്നേ. പെയിന്റിംഗ് പഠിക്കാതെ നീ എന്തിനാ ഇപ്പൊ താഴെ വന്നേ? ക്ലാസ് കഴിഞ്ഞമ്മേ. ഇപ്പൊ ഞാനൊരു മാജിക് കാണിക്കാൻ പോവാ. മാജിക്കോ? അതെ വല്യമ്മേ. പെയിന്റിംഗ് സാറേ, നിങ്ങളും എന്നെ മാജിക് കണ്ടേ പറ്റൂ. അതിന് ശേഷം പോയാ മതി. കാവ്യ ചേച്ചി, ചേച്ചിയും കണ്ടേ പറ്റൂ. ഇങ്ങ് വന്നേ. നിനക്ക് മാജിക് ചെയ്യാൻ അറിയോ ഉണ്ണി? 1-2 മാജിക് ഒക്കെ ചെയ്യാൻ എനിക്കറിയാം. അപ്പൊ ചെയ്ത് കാണിച്ചേ നോക്കട്ടെ. അതാ ഞാൻ ചെയ്യാൻ പോകുന്നത് അനു. അമ്മേ, അമ്മയുടെ കഴുത്തിലുള്ള മാല തരോ?
എന്തിനാ ഉണ്ണി? ഇങ്ങ താ അമ്മേ, ഞാൻ മാജിക് കാണിക്കാൻ പോവാന്ന് പറഞ്ഞില്ലേ? ഇതാ ഉണ്ണി. ഇപ്പൊ ഈ ചെയിന് ഞാൻ അപ്രത്യക്ഷമാക്കാൻ പോവാ. ആബ്രകഡാബ്ര, 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 ആബ്രകഡാബ്ര. ചെയിൻ മാജിക്, ചെയിൻ മാജിക്, ചെയിൻ മാജിക്. ആബ്രകഡാബ്ര, ആബ്രകഡാബ്ര. മാല മാഞ്ഞു പോയല്ലോ. നീയല്ലേ ഉണ്ണി നിന്റെ പോക്കറ്റിലേക്ക് വെച്ചത്? എന്റെ പോക്കറ്റിൽ അതില്ലല്ലോ വല്യമ്മ, സാറിന്റെ പോക്കറ്റിൽ അതുള്ളത്. വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്ക്. പെയിന്റിംഗ് സർ, ഞാൻ അപ്രത്യക്ഷമാക്കിയ മാല സാറിന്റെ പാന്റിന്റെ പോക്കറ്റിലുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേ. ചെക്ക് ചെയ്ത് നോക്ക് സാർ. കണ്ടില്ലേ എങ്ങനെയുണ്ട് മാജിക് ഷോ? സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതൊക്കെ എപ്പോഴാണ് ഉണ്ണി നീ പഠിച്ചത്? എനിക്കിതൊക്കെ പണ്ടേ അറിയാൻ വല്യമ്മ. സോറി സാർ, സാറിനെ കുറെ നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചു. ഇനി സാറിന് പോവാം. പോയിട്ട് വരാം, പോയിട്ട് വരാം. അമ്മ, ഇന്ന് അമ്മയുടെ മാല. ഈ മാല മേടിച്ചോ അമ്മ? ഇതാരുടെ ഉണ്ണി? കാവ്യ ചേച്ചിയുടെതാ. സോറി അമ്മ, ഞാൻ മാജിക് കാണിച്ചതൊന്നുമല്ല, മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാ. എന്താ സംഭവിച്ചതുണ്ണി? കുറച്ചു നേരം മുന്നേ പെയിന്റിംഗ് സാറ് കാവ്യ ചേച്ചിയുടെ കയ്യിൽ നിന്ന് മാല ചോദിച്ചായിരുന്നു. കാവ്യ ചേച്ചിയാണെങ്കിൽ അത് കൊടുക്കുകയും ചെയ്തു. അയാള് ശരിക്കും പെയിന്റിംഗ് സാർ അല്ലാന്ന അമ്മ എനിക്ക് തോന്നുന്നത്. അയാൾക്ക് പെയിന്റിംഗ് ചെയ്യാനേ അറിയില്ല. എന്ത് ചോദിച്ചാലും ഫോൺ നോക്കിയാ പറഞ്ഞിരുന്നത്. അത് മാത്രമല്ല അമ്മ, അദ്ദേഹത്തിന്റെ പേര് രവിവർമ്മ എന്നല്ല, രാഹുൽ എന്നാ. കാവ്യ ചേച്ചി അയാളെ വിളിച്ചപ്പോ കേട്ടതാ ഞാൻ. അയാളെ ചേച്ചിയായിട്ട് കുറച്ച് ക്ലോസ് ആയിട്ട് അമ്മ ഇരിക്കുന്നത്.
അയാള് ബാഡ് പേഴ്സൺ ആണോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് അമ്മേ. അയാളുടെ അടുത്ത് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ശരി ഉണ്ണി, ഞാൻ ഇക്കാര്യം ചേച്ചിയോട് സംസാരിക്കാം. പക്ഷേ നീ ഈ കാര്യം ആരോടും പറയരുത്. അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് വന്ന് പറഞ്ഞത്. വേറെ ആരോടും ഞാൻ പറയില്ല. എന്താവശ്യത്തിനാണാവോ രാഹുൽ മാല വാങ്ങിയത്? ആ ഉണ്ണി വന്ന് എല്ലാം നശിപ്പിച്ചു. ഇവനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഛേ, കാവ്യ, എന്താ എന്താ മോളെ, നിന്റെ കഴുത്തിലെ മാല കാണുന്നില്ല. പെൺകുട്ടികൾ എങ്ങനെ നിൽക്കാമോ? ഞാൻ എങ്ങനെ നിന്നാലും നിങ്ങൾക്കെന്താ? ഇതാ പിടിച്ചോ, ഈ മാല കഴുത്തിലിട്ടോ. ഇപ്പൊ നോക്കിക്കേ, എന്തു ഭംഗിയാ നിന്നെ കാണാൻ. നമ്മുടെ സാധനങ്ങൾ നമ്മൾ തന്നെ സൂക്ഷിക്കണം മോളെ. ചോദിക്കുന്നവർക്ക് വെറുതെ അങ്ങ് എടുത്തു കൊടുക്കാൻ പാടില്ല. അതിനാർക്കും കൊടുത്തില്ലല്ലോ. രാഹുലിന്. രാഹുലോ? രാഹുൽ ആരാ? നിന്റെ ഫേക്ക് പെയിന്റിങ്സ്. സാറിന്റെ പേര് രവിവർമ്മ എന്നാ, രാഹുലൊന്നും അല്ല. രാഹുലാണോ രവിവർമ്മയാണോന്ന് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിന്റെ ചെറിയച്ഛൻ കോൾ ചെയ്താലേ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അയച്ച ആള് ഇയാളല്ല എന്നുള്ള കാര്യവും അപ്പൊ മനസ്സിലാക്കാൻ പറ്റും. നിന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ പുറത്തു പോകണ്ടെന്ന് പറഞ്ഞതിന് ഈ വീട്ടിലേക്ക് നിന്റെ ബോയ് ഫ്രണ്ടിനെ കൊണ്ടുവരുമല്ലേ? നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? ഞാൻ അവനോട് വരാനൊന്നും പറഞ്ഞില്ല, അവനായിട്ട് വന്നതാ. നീ സ്പേസ് കൊടുത്തിട്ടല്ലേ അവൻ ഈ വീട്ടിലേക്ക് വന്നത്? നിന്റെ ഈ വയസ്സിൽ നീ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? കുറച്ചെങ്കിലും കോമൺ സെൻസ് ഇല്ലേ നിനക്ക്? ഹലോ, എന്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? നിന്റെ ചെകിട്ടത്തൊന്ന് പൊട്ടിക്കാൻ അറിയാൻ മേലഞ്ഞിട്ടല്ല. നമ്മുടെ വീട്ടിലെ കുട്ടിയിലെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്ന വിചാരിച്ചപ്പോ നീ അതിര് കടന്ന് ഓരോന്ന് ചെയ്യാണല്ലേ? കാല് തല്ലി ഒടിക്കും ഞാൻ നിനക്ക് ചെറിയമ്മയാ. നിന്നോട് എനിക്ക് ഉത്തരവാദിത്വം സ്നേഹമുണ്ട്. ഇനി ഒരിക്കൽ കൂടി നീ ഇത് ആവർത്തിച്ച ഈ കാര്യം ഞാൻ വീട്ടിൽ എല്ലാവരോടും അറിയിക്കും. പിന്നെ ഹോസ്റ്റലും കാണില്ല, പഠിപ്പും കാണില്ല. നിന്നെ കല്യാണം കഴിപ്പിച്ചു വിടും. ഇങ്ങോട്ട് നോക്കൂ കാവ്യ, ഈ പ്രായത്തിൽ ഞാൻ എന്തു പറഞ്ഞാലും
നിനക്ക് തെറ്റായിട്ട് അത് തോന്നൂ. നിന്നെ കൺട്രോൾ ചെയ്യുന്നുവെന്നും ഫ്രീഡം തരുന്നില്ലെന്നൊക്കെ എന്നോട് നിനക്ക് ഒരുപാട് കംപ്ലൈന്റ്സ് പറയാൻ കാണുമായിരിക്കും. അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പഠിക്കേണ്ട പ്രായത്തില് പ്രേമെന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നവൻ പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് ആഭരണവും പൈസയൊക്കെ വാങ്ങുന്നത് ശരിയാണോ അല്ലയോ എന്ന് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നാം. സിൻസിയറായിട്ട് നിന്നെ സ്നേഹിക്കുന്നവൻ ഒരിക്കലും നിന്നെ ചതിക്കില്ല. പക്ഷെ ഇവൻ നിന്നെ പറ്റിച്ചോണ്ടിരിക്കുക കാവ്യ. അത് നീയൊന്ന് മനസ്സിലാക്കിയേ പറ്റൂ മോളെ. ഒരുപക്ഷെ ഇതൊക്കെ തെളിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ മാനവും അഭിമാനവും ഒക്കെ പോവും. നിന്റെ ഭാവി കാലം പോലും സ്പോയിലാവും. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ നിന്നെ ഇങ്ങനെ ശകാരിക്കുന്നെ. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യ്. പറ്റില്ലെന്ന് പറഞ്ഞത് കണ്ടിന്യൂ ചെയ്താ നിന്റെ കണ്ണ് ചുമക്കുന്ന രീതിയിൽ ഞാൻ നിന്നെ അടിക്കും. അതിനുശേഷം ഞാൻ വീട്ടിൽ എല്ലാവരെയും അറിയിക്കും. നീ തെറ്റ് ചെയ്താലും നിന്റെ ചെറിയമ്മ തെറ്റ് ചെയ്യില്ല. ഇനിയല്ല നിന്റെ ഇഷ്ടം. ഞാൻ എപ്പോഴും ഇവരുടെ കയ്യിലാണല്ലോ ചെന്ന് പെടുന്നത്. എല്ലാത്തിനും ആ ഉണ്ണിയ കാരണം. അവൻ ആദ്യം പണി കൊടുക്കണം. പെയിന്റിംഗ് സാറ് റൂമിൽ വെച്ച് കാവ്യ ചേച്ചിയോട് മാല തരുമെന്ന് ചോദിച്ചായിരുന്നു. കാവ്യ ചേച്ചി കൊടുക്കുകയും ചെയ്തു. അയാളുടെ പേര് രവിവർമ്മ എന്നല്ല അമ്മേ, രാഹുൽ എന്ന. ഞാൻ അവനോട് വരാനൊന്നും പറഞ്ഞില്ല. അവനായിട്ട് വന്നതാ. ഏട്ടൻ വന്നെന്ന് തോന്നുന്നു. ഏട്ടാ, നാളെ തന്നെ നമ്മൾ ആ ഡിസൈൻ ഫിനിഷ് ചെയ്യണം. ഈവന്റിന്റെ കാര്യത്തിൽ നമ്മുടെ ക്ലയന്റ് വളരെ എക്സൈറ്റഡ് ആണ്. ഫ്രഷ് ആയിട്ട് വാ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ടാ നമ്മളെ വരുന്നേ. ഡിന്നറെ ക്ലയൻസിനൊപ്പം ആയിരുന്നു. ശരി ഭാസ്കർ ഏട്ടാ. ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അബി. ഗുഡ് നൈറ്റ് ഏട്ടാ. താൻ എനിക്ക് വേണ്ടിയാണോ വെയിറ്റ് ചെയ്തിരുന്നത്? ഐ എം വെരി സോറി. തന്നെ ഫോൺ ചെയ്ത് പറയാൻ വിട്ടുപോയി. സാരമില്ല ഏട്ടാ. ഏട്ടൻ വന്നോളൂ. എങ്ങോട്ടേക്ക്? മുകളിലേക്ക്. താൻ ഇനിയും കഴിച്ചില്ലല്ലോ. ഞാൻ നേരത്തെ കഴിച്ചായിരുന്നു. ആദ്യം താൻ അവിടെ ഇരിക്കും. എന്തിനാ ഏട്ടാ? ഭക്ഷണം കഴിക്കാൻ. ഏട്ടൻ കഴിച്ചായിരുന്നല്ലോ. താനിതുവരെ കഴിച്ചില്ലല്ലോ. ഞാൻ കഴിച്ചോളാം, ഏട്ടൻ പൊക്കോ. നോ, ഇന്നത്തെ ദിവസം ഞാൻ തനിക്ക് വിളമ്പിത്തരും. അയ്യോ, അതൊന്നും വേണ്ട ഏട്ടാ. എന്താ, എല്ലാ ദിവസവും താനല്ലേ വിളമ്പുന്നേ? ഇന്ന് ഞാൻ തനിക്ക് വിളമ്പിത്തരാം. ഓക്കെ, ഇരിക്കാൻ. അമ്മ കണ്ട ശരിയാവില്ല ഏട്ടാ.